നമസ്കാരം. എത്ര കൊണ്ടാലും പാകിസ്ഥാൻ തീവ്രവാദികൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ജമ്മു കാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു അതിന്റെ 11ാം നാൾ ഇന്ത്യൻ സൈന്യം അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ അങ്ങ് പാകിസ്ഥാന്റെ നെഞ്ചത്തേക്ക് നടത്തിക്കൊടുത്തത്. അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നൽ ആക്രമണം, നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാന് നേരെയുള്ള ഇന്ത്യയുടെ ആക്രമണം, ബാലാകോട്ടിൽ തീവ്രവാദികളുടെ ബേസ് ക്യാമ്പുകൾ സർവ്വതും തകർത്ത് തരിപ്പണമാക്കുകയും അതോടൊപ്പം അവരുടെ താമസ സ്ഥലത്ത് ചെന്ന് അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന തീവ്രവാദികളെ വളർത്തുന്ന രാജ്യത്തിന്റെ നെഞ്ചത്താണ് ഇന്ത്യൻ ആർമി അന്നൊരു പരേഡ് തന്നെ നടത്തിയത്. പാകിസ്ഥാൻ ഞെട്ടിവിറച്ച സംഭവം അതുതന്നെയായിരുന്നു. അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഒരു ആക്രമണവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മോദി മൂന്നാമതും അധികാരത്തിൽ വന്നതിനു ശേഷം പാകിസ്ഥാൻ വീണ്ടും തീവ്രവാദികളെ ഇന്ത്യൻ ആക്രമണത്തിനായി അയച്ചിരിക്കുകയാണ്. നിലവിൽ ജമ്മു കാശ്മീരിലെ കത്വയിൽ ബില്ലാവാറിൽ തിങ്കളാഴ്ച സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു വരിച്ചു. ബില്ലാവാറിലെ മച്ചേദി മേഖലയിൽ ഒരു കുന്നിൻ മുകളിൽ നിന്നാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. സൈനിക വാഹനത്തിന് നേരെ ഇവർ ഗ്രനേഡ് എറിയുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം സൈന്യം ഭീകരർക്കെതിരെ കൗണ്ടർ ഓപ്പറേഷൻ നടത്തിയതിനെ തുടർന്ന് ഏറ്റുമുട്ടലുണ്ടായി. തുടർന്ന് മേഖലയിൽ നിന്ന് ഭീകരർ ഓടിപ്പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിൽ 3 ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇവർ അതിർത്തിക്കപ്പുറത്ത് നിന്ന് നുഴഞ്ഞു കയറിയതാകാൻ സാധ്യതയെന്നാണ് ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ സെക്രട്ടറി ഗിരിധർ എന്നിവർ ശക്തമായ ഭാഷയിലാണ് ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത്. സൈനികരുടെ ജീവത്യാഗം വെറുതെ ആകില്ലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു. M4 കാർബൺ റൈഫിലുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും ഭീകരർ സൈനികർക്ക് നേരെ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ പക്കലുള്ള സകല ആയുധങ്ങളും എടുത്തുകൊണ്ട് ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന്റെ നെഞ്ചത്തേക്ക് പരേഡ് നടത്താനായി പാകിസ്ഥാന്റെ LC ക്രോസ് ചെയ്ത് ഇനി അധികം നാൾ വേണ്ടി വരില്ല അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ. കാത്തിരിക്കുക പാകിസ്ഥാൻ.